ഒന്നും പറയാനായിട്ടില്ല. ആഴത്തുള്ള മുറിവാണ്. കുറെ ബ്ലഡ് പോയിട്ടുണ്ട്. ഉടനെ തന്നെ ഓപ്പറേഷൻ പറ്റും. ബ്ലഡിനുള്ള അറേഞ്ച് ചെയ്യും. പേഷ്യന്റ് ട്രീറ്റ്മെന്റ് മാറ്റാനുള്ള ഏർപ്പാട് ചെയ്യും. അതൊന്നും വേണ്ട വേണ്ട എല്ലാവരും വേണ്ട. ഞങ്ങളില്ലേ ജോജി എന്റെ കൂടെ? നീ നമ്മുടെ കേസുകാരെ വിളിച്ച് ബ്ലഡ് അറേഞ്ച് ചെയ്യാൻ പറ. ജോജി ഞാൻ പള്ളിയിൽ അച്ഛനോട് ചികിത്സക്കുള്ള ഫണ്ട് കിട്ടുന്നു. നിങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ടാവണം. ഈ ദിവസം ജോലി കുറച്ച് കൊടുക്കണം. ശരിക്കും ജ്യോതിക്ക് എന്താ സംഭവിച്ചത്? അതൊക്കെ സ്ലിപ്പായതാ. തലയിടിച്ചാ വീണത്. നീ വിഷമിക്കണ്ട. കളിക്കുന്നുണ്ടോ? എന്ത് നോക്കിയിരിക്കുവാ? കളിക്കുക. ഇതെന്താ ഇത്? കളിക്കുന്നില്ല. ഞാൻ എന്നിട്ട് പോട്ടോ. അന്ന് എനിക്ക് പോടി. സ്റ്റെല്ല, ബുധനാഴ്ച വിളിക്കാൻ വേണ്ടി ഇന്നാണ് വിളിക്കണേ. ഞാൻ നിന്റെ ഓൾ നോക്കിയിരിക്കുവായിരുന്നു. എന്റെ കയ്യിലുള്ള സാധനം തീർന്നു. എനിക്കത് വേണം. അതിലെനിക്ക് പിടിച്ചേക്കാൻ പറ്റുള്ള. ആ സ്നേഹം ഉള്ളതല്ലേ ഞാൻ നിന്നോട് വന്നതും ഇതൊക്കെ ഉപയോഗിച്ചു തുടങ്ങിയത്. എനിക്കിപ്പോ നിന്നെ കാണണം. അയ്യോ ഒന്നും പറ്റില്ല. നാളെ എറണാകുളത്ത് ഒരു ഫ്രണ്ടിന്റെ വീടുണ്ട്. അഡ്രസ് ഞാൻ ടെക്സ്റ്റ് ചെയ്യാം. ഞാൻ വന്നേക്കാം. നിനക്ക് ആവശ്യമുള്ളത് ഞാൻ തരുമ്പോ എനിക്ക് ആവശ്യമുള്ളത് നീ തരും. എന്ത് വേണേ തരാം. എനിക്ക് സാധനം കിട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ നാളെ കാണാം. ടേക്ക് കെയർ. ഓക്കെ, ബൈ. ഞാൻ നിന്നെ കാത്തിരിക്കുന്നു. കേടുവാടാ. ഇവിടെ ആരുമില്ല. എല്ലാവരും കല്യാണത്തിന് പോയിക്കോ. നീ എന്തെങ്കിലും മടിച്ചിരിക്കണേ? വന്നിരിക്കും. എനിക്കുള്ള സാധനം എവിടെ? അപ്പൊ നീ എന്നെ കാണാൻ വന്നല്ല. ഈയിടെയായിട്ട് എന്നോട് ഒരു സ്നേഹമില്ല. സ്നേഹമുള്ളതല്ലേ ഞാൻ വന്നേ. കുടിക്കാൻ എന്താ വേണ്ടേ? ഹോട്ട് ഓർ കോൾഡ്? അതൊന്നും വേണ്ട. ഇതാണ് നിനക്ക് വേണ്ടത്. ഇതെന്താ? ഇതാണ് മോനെ പുതിയ ഐറ്റം. ഒരൊറ്റ ക്യാപ്സ്യൂളിൽ എല്ലാ സുഖവും. ഇഞ്ചക്ഷന്റെ പേരും വേണ്ട. ശരിക്കും ഞാൻ നോക്ക്. നിനക്കുള്ളത് കിട്ടിയില്ലേ? പിന്നെ എനിക്കുള്ളത് നിനക്കെന്താ വേണ്ടേ? മൈ ലൈഫ് ഈസ് ഫോർ യു. റിയലി? എന്താ നിനക്ക് വേണ്ടേ? പറയാം. ഞാൻ ഇവിടെ ഒരു സാധനം കാണുന്നില്ല. അമ്മ എന്താ മോനെ? ഞാൻ ഇവിടെ ഒരു സാധനം കാണുന്നില്ല. നീ അവിടെ
ശരിക്കും നോക്ക്. അമ്മ ഇവിടെയൊന്നും ഇല്ല. അത് അവിടെ എങ്ങനെ കാണും പോലെ. നീ ഒന്ന് ശരിക്കും നോക്ക്. ഇവിടെയൊന്നും ഇല്ലെന്ന് അമ്മയൊക്കെ വന്നേ. നീ എന്നതായി തപ്പുന്നേ? അമ്മ എന്റെ നീളമായത്. ഓ അതാണോ? അത് നമ്മുടെ ജ്യോതി. എന്നിട്ട് അവളോട് പോയി. അവള് രേഷ്മയുടെ വീട്ടിൽ കമ്പനി പോയാൽ മതി. കമ്പനി അടിക്കോ? മമ്മി ഞാൻ ഗായത്രിയുടെ വീട്ടിലാ. കമ്പൈൻ സ്റ്റഡി നാളെ വരും. ഓക്കെ പെണ്ണിന്റെ ബുദ്ധി കൊള്ളാം. ഈ കമ്പൈൻ സ്റ്റഡി പ്രൊജക്ട് വർക്ക് എക്സ്ട്രാ ക്ലാസ് കണ്ടുപിടിച്ചതിനെ പൂ വിട്ട് പൂജിക്കണം. അവിടെ ഒരു കോപ്പിലെ കമ്പനി സ്റ്റഡി അവിടെ നിങ്ങൾ വരട്ടെ. അമ്മേ അതവിടെ നിൽക്കട്ടെ. ആരോടെയാണ് അവളുടെ ഒരു കമ്പനി സ്റ്റഡി വീണ്ടും തുടങ്ങിയോ? ആരും കൂടെ ആളുകൾ നിന്റെ അഴിഞ്ഞാട്ടം. ജോജി വീടവിടെ നിനക്കെന്താ കാത്തു പിടിച്ചോ? മാറിക്കോളെ. ഇവിടെ ഞാൻ കൊല്ലും. മോനെ മോളെ എന്റെ മോളെ മോളെ കണ്ടു മോളെ മോളെ കണ്ടു മോളെ കണ്ടു മോളെ ജോജി മോനെ മോനെ ജോജി മോളെ കണ്ടു മോളെ കണ്ടു മോളെ മോനെ ജോജി ജ്യോതി ജ്യോതി ഈ മാതേശ്വര റെക്കോർഡ് തരാനുള്ളതാ. മോളെ ചേട്ടായി യുദ്ധത്തിൽ ലഹരിക്കെതിരെ എത്ര പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എങ്ങനെ അവരുടെ കെട്ടിയിൽ വീണു? അറിയില്ല മോളെ, പറ്റിപ്പോയി. ജീവിതത്തിൽ എതിരൊഴിപ്പിക്കുന്നത് മദ്യം മയക്കുമരുന്നല്ല. കുടുംബത്തെ മറന്നിട്ട് എന്തിനൊരു ജീവിതം? പഴയ ചേട്ടായിയായിട്ട് തിരിച്ചു വരണം. ഇനി എനിക്കതിന് പറ്റുമോ? തീർച്ചയായും എല്ലാം ക്ഷമിക്കുന്ന ദൈവമല്ലേ നമുക്കുള്ളത്. ദൈവം ക്ഷമിക്കുമായിരിക്കും. പക്ഷെ എന്റെ അമ്മയും ജോലി അവരും ക്ഷമിക്കും. എന്റെ ജോലിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്നും സംഭവിക്കില്ല. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നില്ലേ? ഡോക്ടർ എങ്ങനെ ഡോക്ടർ? പേടിക്കാനൊന്നുമില്ല. 2 ദിവസം കഴിയുമ്പോൾ റൂമിലോട്ട് വരും. മോളെ ഒന്ന് കാണാൻ പറ്റുമോ? ആ ഐസിയിലോട്ട് മാറ്റുമ്പോൾ കാണാം.